അങ്ങനെ നമ്മളിത് ഒരു ഭയങ്കര മഴയത്ത് നനഞ്ഞ് മൺസൂൺ വെതർ നനഞ്ഞ് ഇങ്ങനെ വള്ളത്തെ പോകുന്ന ഒരു അടിപൊളി. അതെ 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 മഴ, നല്ല സൂപ്പർ മഴ. നമ്മള് താമസിക്കുന്ന റിസോർട്ടാണ് ഈ കാണുന്നത്. അപ്പൊ അങ്ങോട്ട് നമ്മളിത് ഇവിടെ ഇങ്ങനെ കടൽ തീരത്ത് വന്നാണ് കേട്ടോ. കടൽ തീരത്തുനിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഈ പുഴയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. അടിപൊളി, നല്ല വൈബാ മഴയത്ത് ഇങ്ങനെ നിൽക്കാനായിട്ട്. ഒരു രക്ഷയില്ല. ഞങ്ങളിത് അവിടെ ഇറങ്ങണ്ടായിരുന്നു. അവിടുന്ന് ഇങ്ങനെ അടിച്ച് ആ വെള്ളം കിടക്കുന്ന അവിടം വരെ കൊണ്ടുപോയി. ഈ കാറ്റ് കണ്ടോ, ഇതുപോലത്തെ കാറ്റായതുകൊണ്ട് ഒരു രക്ഷയില്ല. എന്നുവെച്ചാൽ അവിടുന്ന് ഇവർ രണ്ടുപേരും കൂടി ഒരു വിധത്തിൽ തുഴഞ്ഞ് നമ്മളത് ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെയാണ് നമുക്ക് പോകേണ്ടത്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയാണ്. അത് കാരണം ഇങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. ഇത് ബീച്ച് ആൻഡ് ലേക്ക് ആയുർവേദിക് റിസോർട്ട് കോവളം എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടാണ്. ഇങ്ങനെ കുഴപ്പമില്ല, അടിപൊളി റിസോർട്ടാണ്. റിസോർട്ടിൻ്റെ ഇവരുടെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇവിടെ ഒരു ഭാഗം, ഇവിടെ ഇപ്പുറത്തെ ഭാഗം ഈ ഒരു സൈഡിലാണ്. അപ്പോൾ ഈ പുഴ എപ്പോഴും ഇങ്ങനെ മുറിച്ച് കടന്നിട്ട് വേണം നമ്മൾ ഫുഡും കാര്യങ്ങളെല്ലാം ഇവിടെയാണ്. പക്ഷേ ഞാൻ താമസിക്കുന്നത് അവിടെയാണ്. അപ്പോൾ ഇവിടെ 24 hours ഈ വള്ളം, രണ്ടുപേര് വള്ളക്കാരുണ്ട്. അവർ രാത്രിയും പകലും ഇവിടെ ഷിഫ്റ്റ് വർക്കായിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മളിവിടെ. അപ്പം ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങൾ രാവിലെ അപ്പുറത്തെ ബീച്ച് കേട്ടോ. അവിടെ ഇങ്ങനെ മണലിങ്ങനെ തിട്ടയായിട്ട് കയറി കിടപ്പുണ്ട്. അപ്പോൾ അവിടെ പോയി രാവിലെ കുറച്ച് ഫുട്ബോൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കസിൻസാണ് എല്ലാവരും. അപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റിസോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബീച്ച് ആൻഡ് ലേക്ക് റിസോർട്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞാൽ അതിൻ്റെ റെസ്റ്റോറൻ്റാണ് ഇത് ഇവിടെ കേട്ടോ. ഇത് കടലിൻ്റെ തീരത്ത് തന്നെ നല്ല തെങ്ങും ഇതൊക്കെയായിട്ട് കുറച്ച് റൂമുകൾ, എനിക്ക് തോന്നുന്നു 8-10 റൂം ഇവിടെയുണ്ട് കേട്ടോ. നല്ല റിസോർട്ടാണ്, വലിയ കുഴപ്പമില്ല. നിങ്ങൾ വരുവാണെങ്കിൽ, ഞങ്ങളിത് കുറേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം മുമ്പ് മുതൽ ഇങ്ങനെ പല റിസോർട്ടുകളും നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. അതിൽ ചീപ്പ് ആൻഡ് ബെസ്റ്റായിട്ട് കിട്ടിയത് ഈ കോവളത്ത് കിട്ടിയ ഒരു റിസോർട്ട് ഇതാണ്, ബീച്ച് ആൻഡ് ലേക്ക് എന്ന് പറഞ്ഞിട്ട്. ബാക്കി പല റിസോർട്ടും നമ്മൾ അപ്രോച്ച് ചെയ്യെങ്കിലും നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. പക്ഷേ ഇത് കുറച്ച് അഫോർഡബിളാണ്. അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള ഒരു റിസോർട്ടാണ് കേട്ടോ. എന്നാ പറയുന്നത്, അതിനകത്തൊരു ഡ്രോബാക്ക് എന്ന് പറയാനില്ല. ഫുഡ് അത്ര ഒരു ഭയങ്കര സൂപ്പറാണെന്നൊന്നും പറയുന്നില്ല. ഫുഡൊക്കെ ഒരു ആവറേജ് ലെവലാണ്. അല്ലാതെ ബാക്കി ഫെസിലിറ്റീസ് എല്ലാം നല്ലതാണ്. റൂമിനകമൊക്കെ ക്ലീൻ ആൻഡ് ടൈഡിയാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും വന്ന് അവർ ക്ലീൻ ചെയ്യുന്നുണ്ട്, ലിനൻ മാറ്റുന്നുണ്ട്, ബാക്കി ലോണ്ട്രി സർവീസ് അങ്ങനെയൊക്കെയുണ്ട്. ഫുഡ് ഈ പറഞ്ഞ പോലെ ഷെഫിൻ്റെ ആയിരിക്കും അല്ലേ. അതുമാത്രം അങ്ങോട്ട് എക്സലൻ്റ് എന്ന് പറയാനില്ല, എന്നാലും ഓക്കെ. അതാണ് നമ്മുടെ ഒരു ജെന്യുവനായിട്ടുള്ള ഫീഡ്ബാക്ക്. പക്ഷേ കുഴപ്പമില്ല കേട്ടോ. ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഇത്. വലിയ ദൂരമില്ല, ഒരു 10 മിനിറ്റ്. ഞങ്ങൾ ഇന്നലെ ട്രെയിനിനാണ് വന്നത്. ട്രെയിനിന് വന്നിട്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15-20 മിനിറ്റ് ഇവർ തന്നെ ബസ്സുണ്ടായിരുന്നു. ആ ബസ്സിൽ വന്നിട്ട് നമ്മളിവിടെ ഇറങ്ങി. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളൊക്കെ ഇനിയിപ്പം ഇതുപോലെ ഈ ഒരു ഏരിയയിൽ റിസോർട്ട് നോക്കുന്നുണ്ടെങ്കിൽ റെക്കമെൻഡഡ് ആയിട്ടുള്ളൊരു റിസോർട്ടാണ് ഇത് കേട്ടോ. കുഴപ്പമില്ല. ഇവിടുത്തെ ഈ ഒരു വൈബാണ്. അതേ അവിടെ കടൽ, അത് കഴിഞ്ഞൊരു മൺതിട്ട, അത് കഴിഞ്ഞ് മറ്റേ അച്ഛൻ കോവിലാറ്, അങ്ങനെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അപ്പുറത്താണ് ആ കാണുന്നതാണ് നമ്മൾ താമസിക്കുന്ന ഇവരുടെ ബാക്കി ബിൽഡിങ്. ആ സെയിം അതുപോലെ തന്നെ ഇപ്പുറത്ത് അടുത്ത ബിൽഡിങ്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ കസിൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അവരെല്ലാവരും കൂടി പിള്ളേർക്കുള്ള ഗെയിം കാര്യങ്ങൾ. ഇതെൻ്റെ മമ്മിയുടെ ഫാമിലിയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ 4 വർഷം കൂടുമ്പോഴത്തേക്കും എല്ലാവരും ഇതുപോലെ ഏതെങ്കിലും ഒരു റിസോർട്ടിൽ കൂടുന്ന ഒരു പതിവുണ്ട്. ഇതാണ് ഇവിടെ പിള്ളേർക്കുള്ള ഗെയിമും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ വർഷം തന്നെ അടുത്ത 4 വർഷം കഴിഞ്ഞിട്ട് ഉള്ള ഡേറ്റ് ഞങ്ങൾ ഫിക്സ് ചെയ്യും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്കിത്, കാരണം ഇതിപ്പം വേൾഡിൻ്റെ പല ഭാഗത്തു നിന്ന്, ഇപ്പോൾ അമേരിക്ക എന്നുണ്ട്, ന്യൂസിലൻഡ്, നമ്മളിപ്പോൾ ഓസ്ട്രേലിയ എന്ന്, അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഉള്ളവരുണ്ട്, കാനഡ, അങ്ങനെ പല ഏരിയയിൽ നിന്ന് വരുന്ന കസിൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 4 വർഷം മുമ്പേ ഇത് പ്ലാൻഡാണ്.
അപ്പോൾ 4 വർഷം മുമ്പ് നമ്മൾ ഡേറ്റ് കൊടുക്കും. പക്ഷേ റിസോർട്ടൊക്കെ ആ സമയമാകുമ്പോൾ എവിടെയാണ് അതൊക്കെ ആ സമയമാകുമ്പോഴത്തേക്ക് തീരുമാനിക്കത്തുള്ളൂ. പക്ഷേ നമ്മൾ എന്നാ പറയുന്നത്, നമ്മൾ ഇപ്പോഴേ ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യും. അപ്പോൾ നമുക്കതനുസരിച്ച് ലീവും കാര്യങ്ങളും ഒക്കെ 4 വർഷം ഉള്ളത് കൊണ്ട് നമ്മൾ അറേഞ്ച് ചെയ്യും. അപ്പോൾ ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഞങ്ങൾ നടത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്നാ പറയുന്നത്, കസിൻസ് തമ്മിലായി ഉള്ള ഒരു യൂണിറ്റി, അതുപോലെ തന്നെ കുട്ടികൾക്ക് തമ്മിൽ ഒന്നിച്ച് എപ്പോഴും അവർ തമ്മിലൊരു പരിചയം പുതുക്കുവാനായിട്ടും, അതുപോലെ തന്നെ പുതിയതായിട്ട് കടന്നു വരുന്ന പുതിയ മെമ്പേഴ്സ്, അങ്ങനെ അതിനൊക്കെ വളരെ ഉപകരിക്കുന്ന ഒരു പരിപാടിയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ നല്ലൊരു വൈബ്, നല്ലൊരു കണക്ഷൻ എല്ലാ കസിൻസുമായിട്ട് ഉണ്ടാക്കുവാനായിട്ട് ഇതുപോലെയുള്ള മീറ്റിങ്ങുകൾ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഗെറ്റ് ടുഗദറുകൾ നമ്മളെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു.